ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിലും എള്ളും നിലക്കടലയും ഉപയോഗിച്ച് നല്ല ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എള്ളിൽ ധാരാളം കാൽഷ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എള്ളിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ധാരാളം അയൺ അടങ്ങിയതിനാൽ ഹീമോഗ്ലോബിൻ കൂട്ടി വിളർച്ച തടഞ്ഞ് ക്ഷീണമകറ്റാൻ സഹായിക്കും. ഇതുകൂടാതെ ധാരാളം ഗുണങ്ങളും എള്ളിനുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് എള്ള് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി വറുത്തെടുക്കണം. എള്ള് പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് എള്ള് കോരി മാറ്റാം. ഇനി ഒരു കപ്പ് ചുവന്ന അവിൽ വറുത്തെടുക്കണം. ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും അയണും അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 2-3 മിനിറ്റ് വറുക്കുമ്പോഴത്തേക്കും കൈകൊണ്ട് പൊട്ടിച്ചാൽ പൊടിയുന്നൊരു പാകമാകും. ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനി 1/4 കപ്പ് നിലക്കടല വറുത്തെടുക്കണം. നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. നിലക്കടല നന്നായി തണുത്തതിന് ശേഷം അതിലെ തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന അവിൽ ചേർക്കാം. എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കണം. ഇതധികം ഫൈൻ പൗഡർ ആകേണ്ട ആവശ്യമില്ല. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ തേങ്ങാപ്പാലെല്ലാം വറ്റി കുറച്ച് ഡ്രൈ ആകുന്നത് വരെ ഇത് വറുത്തെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കരപ്പൊടിയിൽ പൂഴിയോ മണലോ ഒന്നും ഇല്ലാത്തത് വേണം ചേർക്കാൻ. ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഹെൽത്തി ആയ അവിലും എള്ളും നിലക്കടലയും കൂടി ചേർന്ന് പൊടി തയ്യാറായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം എയർ ടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ച് ഓരോ ടേബിൾ സ്പൂൺ വീതം ദിവസവും കഴിച്ചാൽ മതി. ഇതിലധികം മധുരം ചേർത്തിട്ടില്ല. ഇത് ഉരുട്ടിയെടുക്കണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഉരുക്കി ഒഴിച്ച് ചൂടോടെ തന്നെ ഉരുട്ടിയെടുത്താൽ മതി. വർഷം മുഴുവൻ ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.